കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ആ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടെ പാർട്ടിക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടാകുന്ന കുറെ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അവസാനം കണ്ടു നയന വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡിന്നറിന് പുറത്ത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് ഒളിച്ചും പാത്തുമൊക്കെയാണ് പോയേക്കുന്നത്. ഒരു രാത്രി മൊത്തം പുറത്തു പോയതൊക്കെയാണ്. പക്ഷെ ഇന്നിപ്പോഴങ്ങനെയല്ല, തന്നെ വിളിച്ച് സ്നേഹത്തോടു കൂടി പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു സന്തോഷം നയനയുടെ മുഖത്തുണ്ട്. പിന്നെ എല്ലാവരോടും എന്ത് പറയുന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. താഴെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും എല്ലാവരുടെയും അഭിപ്രായം, താൻ പോകുന്നതിനെ കുറിച്ച് എങ്ങനെ അമ്മ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്നൊക്കെ ഓർത്ത് നയനെ ടെൻഷൻ അടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ നയനയുടെ ആ ടെൻഷനുകളെല്ലാം വെറും അസ്ഥാനത്തായി പോവാണ്. നയനെ ഒരുങ്ങി ചെന്ന് കഴിയുമ്പോൾ താഴെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുമായിരുന്നു. പാവം നയനയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ചാ പോണേന്നൊക്കെ. പിന്നീട് നയന സത്യങ്ങളൊക്കെ അറിയുവാണ്. അപ്പൊ നയനയ്ക്ക് വല്ല ടെൻഷനായി പോയി. ദൈവമേ, ആദർശേട്ടൻ എങ്ങാനും ഇതിനിപ്പോ വന്നു കഴിയുമ്പോൾ എന്ത് മറുപടി പറയും. തന്നോട് മാത്രം റെഡി ആയിട്ട് ഇരിക്കാൻ പറഞ്ഞ്, പക്ഷെ ഇവരെല്ലാം റെഡി ആയിട്ടുണ്ട്. എങ്ങനെയോ ലീക്കായിട്ടുണ്ട്. ഒരു പക്ഷെ അമ്മയാണോ? ഏയ്, അമ്മയാൻ വഴിയില്ല. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. താനും ആദർശേട്ടൻ സന്തോഷത്തോടു കൂടി പോയിട്ട് വരാനോ അമ്മ ആഗ്രഹിക്കുള്ളൂ. പക്ഷെ ആരായിരിക്കും ഇനി? ജലജാപ്പച്ചിയാണോ? പറയാൻ പറ്റില്ല. അപ്പച്ചിയുടെ സ്വഭാവം ആയതുകൊണ്ട് അപ്പച്ചി ആയിരിക്കും ഒരു പക്ഷെ ഇതിനിടയ്ക്ക് തിരി കൊളുത്തിയിട്ടേക്കുന്നത്. ആ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. എന്നാ എനിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവരും റെഡി ആയിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങളാരും വരണ്ട, എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. നയനെ ആകപ്പാട് പെട്ടു നിൽക്കുകയാണ്. പിന്നീട് ആദർശം കൂടെ വരുന്നുണ്ട്. ആദർശ് വന്നു കഴിയുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒരു നിമിഷം ഒന്ന് അന്തം വിട്ടുപോവാണ്. പിന്നീടാണ് ആദർശ് ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഡിന്നർ വേണ്ടി റെഡി ആയിട്ടിരിക്കുക. നയനെ ഒന്ന് നോക്കുന്നുണ്ട്. നയന ഞാൻ ഈ നാട്ടുകാരിയല്ലെന്ന മട്ടിലാണ് നിൽക്കുന്നത്. നയനയ്ക്കറിയാം ആദർശാണ് ഇനിയിപ്പോൾ തന്നെ ചീത്ത പറയുന്നുള്ള കാര്യം. എല്ലാവരെയും കൂടെ വിളിച്ച്, കാരണം തനിക്ക് മാത്രം ഡിന്നർ തരാമെന്ന് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ലീക്കായി എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നം വഷളാവും. പിന്നീട് എല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. ഈ സമയത്ത് നയനയാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. കാറിൽ കയറിയ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്താണെങ്കിലോ നയനയുടെ മുഖം പോയി ആദർശിന്റെ കോട്ടയിലേക്ക് അങ്ങോട്ട് ഇടിക്കുകയാണ്. ആ കോട്ടയിൽ ഇടിച്ചു കഴിയുമ്പോൾ ആ ഒരു ചുണ്ടത്തെ ലിഫ്റ്റിക്ക് മൊത്തം ആദർശിന്റെ കോട്ടയിലായി. പക്ഷെ ഇത് പറയണമെന്ന് നയന പലവട്ടം ശ്രമിച്ചെങ്കിലും ആദർശ് പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ആ ലിഫ്റ്റിക്കോട് കൂടി ആ കോട്ടയ്ക്കായിട്ടാണ് ആദർശ് ഡിന്നറിന് പോകുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ചെന്ന് കഴിയുമ്പോൾ ആദർശനുള്ളിൽ വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താണ് അനി ഒരുക്കി വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല. അനിയാണ് സർപ്രൈസ് ഡിന്നറാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവൻ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, തനിക്കും നയനയ്ക്കും വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ട് അമ്മയുടെ കണ്ണ് തള്ളിപ്പോകും മിക്കവാറും. അമ്മയ്ക്ക് മനസ്സിലാവും അവൾക്ക് വേണ്ടി മാത്രമാണ് താൻ ഡിന്നർ ഒരുക്കിയിരുന്നത്, ബാക്കി ആരെ ക്ഷണിച്ചിരുന്നില്ല. ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരാൻ പറ്റില്ല ഭഗവാനെ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ അനി നല്ല സന്തോഷത്തിലായിരുന്നു. അനി അവിടെ പറഞ്ഞ് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടനും ഏട്ടത്തിയും വരുമ്പം നല്ല അടിപൊളിയായിട്ട് അവരെ വെൽക്കം ചെയ്യണം. അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മ്യൂസിക് ഉണ്ടാക്കണം, ഡാൻസ് ഉണ്ടാക്കണം, എല്ലാം കൊണ്ടും ഗംഭീരമായിരിക്കണം ഈ ഡിന്നർ. അതിനുവേണ്ടി എത്ര പണം വേണം മുടക്കാനായിട്ട് തയ്യാറായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചതിന് ശേഷം അനി ആദർശിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ എവിടെ എത്തിയെന്ന്. പക്ഷെ ഈ സമയത്ത് ആദർശിന് ആ കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. കാരണം എല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള കാര്യം സത്യം പറയാൻ പറ്റിയില്ല. പക്ഷെ എനിക്കിത് അറിയത്തുമില്ലായിരുന്നു എല്ലാവരും വരുന്നുണ്ടെന്ന് സത്യം. ഇവർ രണ്ടുപേരും മാത്രമുള്ളെന്ന് ഓർത്തോണ്ട അനിയിരുന്നേ. പിന്നീട് അങ്ങോട്ട് വന്നതിന് ശേഷം ഇവരെ രണ്ടുപേരും വെൽക്കം ചെയ്യുന്നുണ്ട്. വെൽക്കം ചെയ്ത് ഒരു പൂച്ചണ്ടൊക്കെ കൊടുത്ത് അകത്തേക്ക് കയറ്റുന്നേ. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവയാനിക്കൊക്കെ സൂചിച്ചില്ല. ദേവയാനിക്ക് മാത്രമല്ല നവ്യയ്ക്കും അനിക്ക് സൂചിച്ചില്ല. അഭിക്ക് സൂചിച്ചില്ല. കാരണം താനും അബിയും കല്യാണം കഴിച്ചാല. പക്ഷെ അവളെ മാത്രം ഇങ്ങനെ വെൽക്കം ചെയ്ത് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ ഒരു അസൂയ ഉണ്ടാവുമല്ലോ. ആ ഒരു അസൂയ നവ്യയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. താൻ പ്രഗ്നന്റ് ആയിട്ട് പോലും തനിക്കൊരു വിലയും തരുന്നില്ല. തന്റെ ഭർത്താവെന്ന് പറയുന്ന കോന്തൻ ഇതുപോലൊരു ഡിന്നർ ഇതുവരെയായിട്ടും തനിക്ക് തന്നിട്ടില്ല. കണ്ടോ അവളെ എത്രമാത്രം കെയറിങ്ങോട് കൂടി ആദർശേട്ടൻ കൂട്ടിക്കൊണ്ട് പോന്നെ. ഇതെല്ലാം താൻ അനുഭവിക്കേണ്ടതായിരുന്നു. ആ കൃത്യസമയത്ത് ഇവന്റെ കൂടെ ഇറങ്ങി പോരാൻ കണ്ട സമയം ആദർശേട്ടന്റെ കൂടെയായിരുന്നു ഇപ്പൊ താൻ രാജ്ഞിയെപ്പോലെ ജീവിച്ചേരം. ആ ഒരു ചിന്തയൊക്കെ നവ്യയുടെ മനസ്സിലുണ്ടാകുമ്പോൾ നവ്യയ്ക്ക് അങ്ങോട്ട് കുശുമ്പ് കയറുവാണ്. പിന്നെ ഡിന്നറിന് പോയിരുന്ന് കഴിയുമ്പോഴത്തേനും അവർ കേക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. കേക്ക് കട്ട് ചെയ്യാൻ പറയുവാണ്. കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശൻ ആ കാര്യം കാണുന്നത്. ആദർശിന്റെ കോട്ടയിൽ ആ ലിഫ്റ്റിക്ക് ഇരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഇവരുടെ വഴക്കൊക്കെ അവസാനിച്ചിട്ടുണ്ട്, അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ കാണുന്നത്. മുത്തശ്ശൻ ഈ കാര്യം മുത്തശ്ശിയോട് വിളിച്ചിരിക്കുന്നുണ്ട്. അവസാനം പറഞ്ഞ് അവസാനം എല്ലാവരും ആ കാര്യം അറിഞ്ഞു.
ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തന്നെ അവൻ പറ്റിച്ചോണ്ടിരിക്കുക മനഃപൂർവ്വം. തൻ്റെ മുന്നിൽ വന്നിട്ട് ഇവൻ നാടകം കളിച്ചോണ്ടിരിക്കുക, എന്നിട്ട് നൈസായിട്ട് അവളെ സ്നേഹിച്ചോണ്ടിരിക്കുക. ഇതെങ്ങനെ വിട്ടാൽ പറ്റില്ല. ദേവേനിക്ക് പിന്നെ അവിടെ ഇരിക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ദേവേന് ജയനോട് പറഞ്ഞു, അതെ നമുക്ക് പോയാലെന്ന് ചോദിക്കുകയാണ്. അതെന്താ പെട്ടെന്ന്? അല്ല, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, ഭയങ്കര തലവേദന, ഈ ഒച്ചപ്പാടും ബേളൊക്കെ കേട്ട്. ദേ നമ്മുടെ മോൻ നമുക്കായിട്ടൊരു ഡിന്നർ ഒരുക്കിയേക്കുന്നതല്ലേ, ഇത് കൂടിയിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ദേവേനി പറഞ്ഞേ എനിക്കത് അത്രയോടെ തോന്നുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശനും നയനയ്ക്ക് വേണ്ടി മാത്രം ഒരിക്കൽ ഡിന്നർ പോലെ എനിക്ക് തോന്നേ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വന്ന് പെട്ട പോലെയൊക്കെ തോന്നേന്ന്. പക്ഷെങ്കിൽ ജയൻ പറഞ്ഞു, അതൊക്കെ നിന്റെ ഒരു തോന്നൽ മാത്രമാ ദേവേനി, അങ്ങനെയൊന്നുമില്ല. അവൻ എത്ര സന്തോഷത്തോടെ അവനുള്ളിൽ ഇരിക്കണേന്ന് നോക്കിയേ. ഇതിൻ്റെ ഇടയ്ക്ക് നീ ആയിട്ട് എന്തിനാ അവരുടെ സന്തോഷം ഇല്ലാതാക്കുന്നേ? അതിൻ്റെ ആവശ്യമൊക്കെയാണോ? ദേവേനെ ചീത്ത പറയാണ്. ദേവേനിക്ക് ഇരിക്കാനും വയ്യ, എഴുന്നേറ്റ് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. ഈ സമയത്ത് ആകപ്പാടെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ് ജലജ. കാരണം നവിക്ക് മരുന്ന് കൊടുത്തിട്ട് ഇത്ര സമയം ഇതുവരെയായിട്ട് അവളുടെ ഒരു സിംറ്റംസ് ഒന്നും ഉണ്ടാകുന്നില്ല. ഛർദി ഉണ്ടാകുന്നില്ല, വയറുവേദന ഉണ്ടാകുന്നില്ല. അവള് നല്ല കൂളായിട്ടായിരിക്കുന്നത്. എൻ്റെ ഭഗവാനെ, ഈ മരുന്നൊക്കെ ഇവൾക്ക് തന്നെയല്ലേ താൻ കൊടുത്തേ? ഇനിയിപ്പോൾ വേറെ ആർക്കേലും ആണോ? ഓ, ഇവൾക്ക് വയറ്റിൽ ഇനി കുഞ്ഞില്ലേ? കുഞ്ഞുണ്ടെങ്കിൽ പോകേണ്ട സമയം കഴിഞ്ഞല്ലോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതേ ടെൻഷനിൽ തന്നെയായിരുന്നു അബി ഇരുന്നത്. പിന്നീട് അബി ജലജനെ അങ്ങ് മാറ്റി വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചു, അമ്മേ എന്ത് തന്നെ അമ്മേ, അവൾ ആ ജ്യൂസ് കുടിച്ചാണല്ലോ, ഇതുവരെയായിട്ട് അവൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണ്ട. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം, നമുക്ക് അവൾക്ക് ഛർദിയൊക്കെ ഉണ്ടാവും നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, ആ സമയത്ത് തന്നെ നീ ഒരു സിഗ്നൽ തന്നാൽ മതി. പിന്നെ ആരും അറിയാൻ നമുക്ക് അവളെയും കൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. പിന്നെ 2 ദിവസം കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതിനു ശേഷം മാത്രം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ മതി. ആ സമയത്ത് ബാക്കി ആരും കാര്യങ്ങളൊന്നും അറിയരുത്. നയനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. അവള് നല്ല ബുദ്ധിമതിയാ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവുമെന്ന് പറയാം. ആബി പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, അവൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ അപ്പം തന്നെ വിളിച്ചാക്കാന്നൊക്കെ പറയാണ് അമ്മേനെ. അങ്ങനെ എല്ലാവരും ഭയങ്കര ആഘോഷത്തോടെ ഡിന്നർ കഴിക്കാനൊക്കെ ഇരിക്കുകയാണ്. എങ്ങനെ ഈ സമയത്ത് അവരങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതെ ഇവിടെ ഇങ്ങനെ ഡിന്നർ വെക്കുന്ന സമയത്ത് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടെന്ന് പറയണ്ട്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും വന്ന് ഡാൻസ് കളിക്കണമെന്ന് ആദർശനോടും നയനയോടും പറയണം. പക്ഷെ ആദർശന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയുടെ മുന്നിൽ ഡാൻസ് ചെയ്യണമല്ലോ, അമ്മയ്ക്ക് എന്തായാലും വിഷമാവുമോ, അതൊക്കെ ഓർത്തപ്പോൾ ആദർശ് വേണ്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം ആദർശിന് പോയി കളിക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനൊക്കെ തുടങ്ങുന്നുണ്ട്. അവസാനം ജയൻ പറഞ്ഞു, ഇതെന്നെ ദേവേനി നീ കാണിക്കുന്നത്, നല്ലൊരു ഗംഭീരമായിട്ട് ഡിന്നർ കിട്ടിക്കഴിയുമ്പോൾ നീ അത് കുളമാക്കണോ? അവിടെ ഇരിക്കാനൊക്കെ ദേവേനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. കനയ്ക്ക് പക്ഷെ ഭയങ്കര സന്തോഷമായി. കനക ഭയങ്കര സന്തോഷത്തോടെ ആയിരുന്നു. കാരണം തൻ്റെ മോൾക്ക് ഇത്രയും വലിയ സൗഭാഗ്യമൊക്കെ കിട്ടി. ആദർശിന്റെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അവൾക്ക് ചേരേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ നവ്യായിരുന്നെങ്കിൽ ആദർശം ഇത്രയും ചേരത്തില്ലായിരുന്നു. നയനമോള് തന്നെയാണ് ആദർശം എന്തുകൊണ്ടും യോജിച്ചത്. നയനമോളുടെ ഭാഗ്യം തന്നെയാണ് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയെന്നൊക്കെ ഓർത്ത് കനകയും വളരെ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇതിന്റെ ഇടയ്ക്ക് നവ്യക്കൊരു ഛർദിയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ആ ഛർദിയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും തന്നെ ജലജയുടെ അബിയുടെ ഉള്ളില് ഭയങ്കര സന്തോഷമുണ്ട്, തങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടന്ന്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ ഇത് അവളുടെ നവ്യയുടെ വയറ്റില് ഒരു കുഞ്ഞില്ലെന്നും. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.